ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഇടവേളയുള്ള ഉപവാസം ഒരിക്കലും ഒരു ഡയറ്റ് അല്ല, ജീവിതചര്യയാണ്. 16 മണിക്കൂർ ഉപവസിക്കുന്നതും 8 മണിക്കൂർ ഭക്ഷണം എന്നതാണ് ഇവിടെ നമുക്ക് ഏറ്റവും പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി. ഉദാഹരണത്തിന് രാത്രി 7 മണിക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ 11 മണിക്ക് ഭക്ഷണം കഴിക്കാം. ഒരു ഭക്ഷണത്തിന് ശേഷം അടുത്ത ഭക്ഷണത്തിന്റെ ഇടയിൽ 16 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഇത് ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കാനും അതിനാൽ തന്നെ ശരീരത്തിൽ പ്രമേഹമുണ്ടെങ്കിൽ അത് കുറക്കാനും പ്രമേഹം വരാതെ സൂക്ഷിക്കാനും നമുക്ക് കഴിയുന്നതാണ്. അമിതമായിട്ടുള്ള കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും അമിത രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഒക്കെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ജീവിതചര്യയാണ്. ഉപവാസത്തിൽ നടക്കുന്ന ഓട്ടോഫേജിയുടെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതിനാൽ തന്നെ അർബുദം പോലുള്ള മാരക അസുഖങ്ങളെ തടയാനും ഉപവാസം വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതോടൊപ്പം നാം കഴിക്കുന്ന ആഹാരം കൂടെ സമീകൃതമാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഗെയിം ചേഞ്ചർ ആവുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട.